ദൈവത്തിന് സ്തോത്രം. ഈ വിലയേറിയ പ്രഭാതത്തിൽ പ്രഭാതമന്നയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവചന കേൾവി എല്ലാ കാലത്തും അനുഗ്രഹത്തിനും നന്മയ്ക്കും വിടുതലിനും കാരണമാണ്. ഈ രാവിലെയുള്ള ചെറിയ ചിന്തയ്ക്ക് വേണ്ടി പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 1:20. അതുകൊണ്ട് ദൈവം സ്തുതികർമ്മിണികൾക്ക് നന്മ ചെയ്തു, ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫറവോ രാജാവ് സ്തുതികർമ്മിണികളോട് കൽപ്പിക്കുവാനായി തുടങ്ങി. എബ്രായ ആൺകുഞ്ഞുങ്ങളെ ജനിക്കുമ്പോൾ തന്നെ കൊന്നുകളയണം. പ്രിയരെ, വാഗ്ദത്തമുള്ളവരുടെ തലമുറകളെ നശിപ്പിച്ചു കളയേണ്ടതിന്, ഇല്ലാതാക്കേണ്ടതിന്, വഴിതെറ്റിക്കേണ്ടതിന്, ദൈവകൃപയിൽ നിന്ന് പുറത്തിടേണ്ടതിന്, അഥവാ ജനിച്ചതിനെ വളരാൻ അനുവദിക്കാതെ പോരാടുന്നൊരു പോര് പണ്ടേ ദൈവജനത്തിൻ്റെ ഇടയിലുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഫറവോൻ സ്തുതികർമ്മിണികളോട് പറഞ്ഞു, പ്രസവക്കിടക്കയിലായിരിക്കുന്ന എബ്രായ സ്ത്രീകളുടെ ആൺകുഞ്ഞുങ്ങളെ പ്രസവം നടക്കുന്ന സമയത്ത് തന്നെ കൊന്നുകളയണം. ബൈബിൾ പറയുന്നത് സ്തുതികർമ്മിണികൾക്ക് ഫറവോനെ ഭയമാണെങ്കിലും അവരതിനേക്കാൾ ദൈവത്തെ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ എബ്രായ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ സംരക്ഷിക്കുവാനിടയായി തീർന്നു. ബൈബിൾ പറയുന്നത് അവർ ദൈവത്തെ ഭയപ്പെട്ട് നന്മ ചെയ്തു. ഒരു ചെറിയ ആയുസ്, കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുമ്പോൾ സ്തുതികർമ്മിണികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 2 പ്രത്യേകത. ഒന്ന്, അവർ ഫറവോന്റെ രാജ്യത്തിലെ ജനമായിരുന്നെങ്കിലും ഇവിടെ ഹൃദയത്തിനകത്ത് ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഒരു ഭയമുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് അവർ നന്മ ചെയ്യുവാനിടയായി തീർന്നു. പ്രിയരെ, എല്ലാ കാലത്തും ദൈവത്തെ ഭയപ്പെട്ട് നന്മ ചെയ്ത ഒരു കൂട്ടം പേരുണ്ടായിരുന്നു. ഈ തലമുറയിൽ അത് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തെ ഭയപ്പെട്ട് നന്മ ചെയ്യേണ്ടതിന്. ദൈവത്തെ ഭയപ്പെട്ട് നന്മ ചെയ്തതുകൊണ്ട് എന്താ അവർക്കുണ്ടായ ഗുണം? അഥവാ ദൈവജനത്തിൻ്റെ തലമുറയെ സംരക്ഷിച്ചതുകൊണ്ട്, പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയെ സംരക്ഷിക്കുന്നത് കൊണ്ട് എന്താ സ്തുതികർമ്മിണികൾക്ക് ഉണ്ടായ ഗുണം? ഞാൻ അവിടെ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നൊരു ആലോചന പറയാം. ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സേവിക്കുകയും ദൈവവേലയിൽ പങ്കാളികളാകുകയും ചെയ്യുന്നവരുടെ തലമുറകളെ നശിപ്പിക്കാതെ കൈതാങ്ങി എഴുന്നേൽപ്പിക്കേണ്ടതിന്, ആത്മിക ഭൗതിക ജീവിതങ്ങളിൽ അവർ ഉയർച്ച പ്രാപിക്കേണ്ടതിന്, അവർ ജീവനോടെ ഇരിക്കേണ്ടതിന്, അടുത്ത തലമുറയിൽ അവരിലൂടെ വാഗ്ദത്തം നിറവേറണമെന്നുള്ള ആഗ്രഹത്തോടെ ദൈവത്തെ ഭയപ്പെട്ട് ആര് നന്മ ചെയ്യുമോ, ബൈബിൾ എഴുതിയിരിക്കുന്നു, അവർക്ക് വേണ്ടി ദൈവം നന്മ ചെയ്യുവാനിടയായി തീർന്നു. 21-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, പുറപ്പാട് പുസ്തകത്തിനകത്ത്, സ്തുതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവൻ
അവർക്ക് കുടുംബ വർധനയെ നൽകുവാനിടയായി തീർന്നു. ആമേൻ. പ്രിയരെ, ദൈവജനത്തിന് വേണ്ടി, വാഗ്ദത്വമുള്ളവർക്ക് വേണ്ടി സൂതികർമ്മിണികൾ പ്രവർത്തിച്ചതുകൊണ്ട് പകരം കൊടുക്കുവാൻ അടിമത്വത്തിൽ കിടന്ന ദൈവജനത്തിന് ഒന്നുമില്ലായിരുന്നു എങ്കിലും അവര് പോലും ഒരുപക്ഷെ തിരിച്ചറിയാത്ത മേഖലയിൽ സൂതികർമ്മിണികളുടെ കുടുംബത്തിനകത്ത് ദൈവം ഒരു വർധനവിനെ നൽകുവാനിടയായി തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, ഒരു തലമുറയെ കൈതാങ്ങേണ്ടതിന്, ഒരു തലമുറയെ ജീവനോടെ പരിപാലിക്കേണ്ടതിന്, അടുത്തൊരു തലമുറയെ ആത്മീയ അനുഭവങ്ങളിലേക്ക് കരം പിടിച്ചുയർത്തേണ്ടതിന് ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്യുവാൻ തീരുമാനത്തോടെ ദൈവപാദപീഠത്തോട് അടുത്തു വരാമോ? അവർ ദൈവജനത്തിന്റെ തലമുറയെ കൈതാങ്ങിയത് കൊണ്ട് ദൈവം അവർക്ക് കുടുംബ വർധന നൽകുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവജനത്തെ, ദൈവിക തലമുറകളെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെ ദൈവം ഓർക്കുമെന്ന് മറന്നു പോകരുത്. ആമേൻ. 17-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു, മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. ആമേൻ. ദൈവത്തിന്റെ കൃപ സമസ്ത മേഖലകളിലും വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ വരട്ടെ. പ്രയോജനമുള്ളതിനെ തകർത്തു കളയുവാൻ, വിടുതലിന് വേണ്ടി നിൽക്കേണ്ടതിനെ ഇല്ലാതാക്കി കളയേണ്ടതിന്, വിമോചനത്തിന്റെ നായകനായ മോശയെ നൈൽ നദിയിലേക്ക് വലിച്ചെറിയേണ്ടതിന്, അഥവാ ജനിച്ചു വീണപ്പോൾ തന്നെ തകർത്ത് കളയേണ്ടതിന് പിശാച് അവന് നേരെ വിരോധ രേഖകൾ എഴുതി ഫറവോനിയ ശക്തികളെ അവനെതിരെ എഴുന്നേൽപ്പിച്ചു വിട്ടു. മറുഭാഗത്ത് ശത്രുവിനെ കൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ വാഗ്ദത്തമുള്ളവനെ, അടുത്ത തലമുറയിൽ വിമോചനത്തിന് വേണ്ടി നിൽക്കേണ്ടവനെ ദൈവം സംരക്ഷിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലമുറയിലും അതുതന്നെ സംഭവിക്കും. വലിയ പ്രതിസന്ധികളുടെ നടുവിൽ പോലും ചില സൂതികർമ്മിണികളെ ആമേൻ ദൈവം തന്റെ ജനത്തെ പരിപാലിക്കേണ്ടതിന് പ്രയോജനപ്പെടുത്തുവാൻ, ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. കൊല്ലുന്നതിന് വേണ്ടി കൽപ്പനയോടെ കുടുംബങ്ങൾക്കകത്ത് കയറിയവർ സംരക്ഷകരായി മാറുവാനിടയായി തീർന്നു. ഇന്ന് രാവിലെ ഫറവോനിയ ശക്തികൾ തകർക്കുമെന്നും നശിപ്പിക്കുമെന്നും ഇല്ലാതാക്കുമെന്നും വെല്ലുവിളിക്കുന്നെങ്കിൽ ശത്രുവിനെ കൊണ്ട് തന്നെ സംരക്ഷിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കുടുംബങ്ങൾക്കകത്ത്, സഭയ്ക്കകത്ത്, ദേശത്ത് വെളിപ്പെടട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? തിരിച്ചറിയുക, വിളിയുള്ളവനെ, നിയോഗമുള്ളവനെ, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ജനിച്ചവനെ നശിപ്പിച്ചു കളയുവാൻ ഒരു ഫറവോനിയ ശക്തിക്കും കഴിയത്തില്ല. കാരണം സൂതികർമ്മിണികളുടെ മനസ്സിനെ മാറ്റിപ്പോലും അവരെ സംരക്ഷിക്കേണ്ടതിന് കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇന്നിന്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നന്മയ്ക്കുള്ള ഇടങ്ങളായി തീരും. ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും രക്ഷകന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സ്ഥിതികൾ മാറട്ടെ, അവസ്ഥകൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ സകലരും അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവത്താൽ സംരക്ഷിക്കപ്പെടട്ടെ. സ്വർഗം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി. പൊന്നുകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.